നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. 2019 വ്യാജ മഹസർ തയ്യാറാക്കുന്ന സമയത്തും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണപുരിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും തിരികെ സന്നിധാനത്തെത്തിക്കുമ്പോഴും ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ. കേസിൽ ബൈജുവിനും നിർണായക പങ്കുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയെന്നാണ് വിവരങ്ങൾ. വാർത്തകൾ വിശദമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 ജൂലൈ 19 പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ്. മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്ന വിവരം ദ്വാരപാലക കേസിൽ മാത്രമല്ല കട്ടളപ്പാളി കേസിലും ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരം ബൈജുവിന് അറിയാം എന്നാണ് SIT നിഗമനം. 2019 KS ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഗുരുതര കുറ്റകൃത്യം നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചവിട്ടി പുറത്താക്കേണ്ട കാട്ടുകള്ളന്മാർക്കാണ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും സർക്കാരിൻ്റെയും CPMൻ്റെയും അറിവോടെയാണ് ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളും നടന്നത് എന്നതുകൊണ്ടാണ് അമ്പലക്കള്ളന്മാർക്ക് കുടപിടിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് രാജ്യാന്തര കള്ളക്കടത്തു സംഘവുമായി ബന്ധമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവമുള്ളതാണെന്നും കേസ് കൂടുതൽ അന്വേഷണത്തിന് ഹൈക്കോടതി ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ വിധേയമായി CBIക്ക് കൈമാറുകയാണ് വേണ്ടതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നില. നിലവിൽ നടക്കുന്ന അന്വേഷണം കുറച്ചുപേരെ ബലിയാടാക്കി കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവർ ഭീഷണി നേരിടുകയാണെന്നും മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണെന്നും തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട് ആശങ്ക അറിയിച്ചായും അദ്ദേഹം പറഞ്ഞു. സഭ വിദേശിയല്ലെന്നും ഭാരതസഭ തന്നെയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാൻ രോഗി മരിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ് പരാതി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ബുധനാഴ്ചയാണ് കൊല്ലം പന്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു മരിച്ചത്. ഹൃദ്രോഗബാധിതനായി എത്തിച്ച വേണുവിന് 6 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം പോലും ചെയ്തില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾക്ക് 18.87 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, എറണാകുളം, കണ്ണൂർ എന്നീ 5 മെഡിക്കൽ കോളേജുകൾക്കാണ് സ്ട്രോക്ക് സെന്ററുകൾ വിപുലീകരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി KPCCയിൽ തർക്കം. നിയമം